പക്ഷേ കയ്യടി വന്നു. പക്ഷേ ഇനി ചോദ്യം തുടരാൻ പോകുന്നു. നമ്മുടെ പരസ്പരം റൗണ്ടിൽ പച്ചകൾ തമ്മിൽ മത്സരിക്കാൻ പോകുന്നു. ഓക്കെ, ജെമിനിയും അജീനയും തമ്മിൽ മത്സരിക്കാൻ പോകുന്നു. അജീന റെഡിയാണോ? ക്വസ്റ്റ്യൻ കയ്യിലെടുക്കാം. 5 ചോദ്യങ്ങളിൽ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഓർക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങളായിരിക്കണം. അതേസമയം ജെമിനിയെ കുഴക്കുക എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ജെമിനി ചോദ്യം കേൾക്കാൻ തയ്യാറാണ്. അജീന ചോദ്യം 1 ചോദിക്കാം. ISBNന്റെ പൂർണ്ണരൂപം. ISBNന്റെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ജെമിനിക്ക് ഉത്തരം പറയാം. അറിയില്ല. നിങ്ങൾക്കറിയാമോ? അറിയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ചോദ്യം ചോദിച്ച അജീനയ്ക്കും അറിയില്ല, ചോദ്യം കേട്ട ജെമിനിക്കും അറിയില്ല. നിങ്ങൾക്കറിയാമോ? ലിയോ അറിയാം. ലിബ്രിക്ക് അറിയാമോ? ലിയോ പറയാം, എന്താണ്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ ആണ് ISBNന്റെ പൂർണ്ണരൂപം. രണ്ടുപേർക്കും മാർക്കില്ല. ജെമിനിക്കും മാർക്കില്ല, അജീനയ്ക്കും മാർക്കില്ല. നിർഭാഗ്യം. സോ അടുത്ത ചോദ്യം ചോദിക്കാം. ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? അൾജീരിയ. അൾജീരിയ കറക്റ്റ് ആണോ? ആൻസർ അജീന പറയണം. ഉറപ്പില്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം അറിയില്ല, ചോദ്യത്തിന്റെ ഉത്തരം അറിയാതെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ഉത്തരം കറക്റ്റ് ആണ്. അൾജീരിയയാണ് യഥാർത്ഥ ആൻസർ. സോ ജെമിനി, കൺഗ്രാറ്റുലേഷൻസ്. അജീനയ്ക്ക് ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കറിയാമായിരുന്നു. വണ്ടർഫുൾ. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം. ശബ്ദത്തിന്റെ ശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? ഡെസിബൽ. ഡെസിബൽ ആണോ? ശരി ഉത്തരം. ശരി ഉത്തരമാണ്. സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശബ്ദത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 50 മുതൽ 60 വരെ ഡെസിബലാണ്. 120 ഡെസിബലിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കേൾക്കാൻ സാധിക്കില്ല. കൺഗ്രാറ്റുലേഷൻസ്. 3 ചോദ്യങ്ങളും അജീനയുടെ 3 ചോദ്യങ്ങളും തീർന്നു. ഇനി ജെമിനിയുടെ അവസരമാണ്. ജെമിനി, കവറിൽ നിന്നും ചോദ്യങ്ങൾ പുറത്തേക്കെടുക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ജെമിനി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള സൗരയൂഥത്തിലെ ഗ്രഹം ഏതാണ്? ശനി. ശനി ആൻസർ കറക്റ്റ് ആണോ? ശരി ഉത്തരമാണ്. ശരി ഉത്തരമാണ്. ശനി ശരിയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓൾറൈറ്റ്, രണ്ടാമത്തെ ചോദ്യം. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാനുള്ള ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ശരിയാണ്. കറക്റ്റ് ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്, അല്ലേ? അറിയാലോ, അത് ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ ആണ് പ്രവർത്തിക്കുന്നത്. പ്ലവന തത്വം ആണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? ഓക്കെ, അടുത്തത്. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. കറക്റ്റ് ഉത്തരം എന്താണ്? ക്ലോറിൻ. ക്ലോറിൻ ആണ്. കറക്റ്റ് ആൻസർ ക്ലോറിൻ ആണ്. സോ 5 മാർക്ക് ജെമിനിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കിലോരം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇത് ക്ലോറിൻ എന്നുള്ള പേര് കൊടുത്ത ആരാണെന്ന് അറിയാമോ? ഹംഫ്രി ഡേവിയാണ്. അറിയില്ല? ഹംഫ്രി ഡേവിയുടെ വേറൊരു രസകരമായിട്ടുള്ള സംഭവം കൂടിയുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ ഹംഫ്രി ഡേവിയുടെ ബോട്ടിൽ വാഷറായിരുന്നു. അതറിയാമല്ലോ. കുപ്പി കഴുകുന്ന ജോലിയായിരുന്നു മൈക്കൽ ഫാരഡേയുടേത്. അവിടെ നിന്നാണ് ബുദ്ധി ഉപയോഗിച്ച് പിന്നീട് ഊർജം, എന്താ പറയുക, തണുപ്പ്, ചൂട് എല്ലാം നമുക്ക് നൽകാനുള്ള ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡെ ഒരു ബോട്ടിൽ വാഷറായിരുന്നു ഹംഫ്രി ഡേവിയുടെ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും എത്രയും ഉയരത്തിലെത്തുവാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നിൽ, നമ്മുടെ ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പരസ്പരം റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഗംഭീരമായൊരു ലോകത്തേക്കാണ് പോകുന്നത്. സൈബർ ലോകമാണ്. പുതിയൊരു സെഗ്മെൻ്റാണ്. ആ ലോകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് a little break. So once again welcome back Baby with a Little Scholar in support with Malarwadi. നമുക്ക് കഴിഞ്ഞ റൗണ്ടിലെ മാർക്ക് പറയേണ്ടതില്ലേ? പരസ്പരത്തിലെ മാർക്കുകൾ. ലിയോയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 30 മാർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. Ajina, you got 20 marks. Libra, 30 marks. Gemini, you got 25 marks. So congratulations. ഇനി നമ്മൾ പുതിയൊരു ലോകത്തേക്ക് കടന്നു പോകുന്നു.
പുതിയ ലോകം എന്ന് പറയുമ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ പുതിയ ലോകമാണ്, പക്ഷേ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ലോകമാണ്. നിങ്ങൾ ആ ലോകത്തേക്കാണ് പിറന്നു വീണത്. ആ ലോകം സൈബർ ലോകം. നമ്മൾ കമ്പ്യൂട്ടർ ലോകത്തേക്ക് കടന്നു പോവുകയാണ്. ഇവിടെ 8 ചോദ്യങ്ങളാണ് ഉള്ളത്. 8 ചോദ്യങ്ങൾ, അതായത് ഒരു ഗ്രൂപ്പിന് 2 ചോദ്യങ്ങളുണ്ടാവും. ശരിയുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്ക് ഒരു ചോദ്യത്തിന് 10 മാർക്ക്. അപ്പോൾ 8 ചോദ്യങ്ങൾ നിങ്ങൾ നേരിടാൻ പോകുന്നു. ഒരു ഗ്രൂപ്പ് 2 ചോദ്യം നേരിടാൻ പോകുന്നു. ചോദ്യം ഇതാണ്: ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അറിയില്ല. 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 അത് ആദ്യത്തെ ചോദ്യം വന്നത് തന്നെ തെറ്റിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? കൺഫ്യൂഷൻ ആയിപ്പോയല്ലേ? വിൻഡൻ സർഫ്, ഗൂഗിളിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. പക്ഷെ അത് അറിയേണ്ടതല്ലേ? നിങ്ങൾ കമ്പ്യൂട്ടർ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഓർക്കാൻ പറ്റില്ല, അറിയുന്ന ആൻസർ ആയിരുന്നു. കമ്പ്യൂട്ടറിനെ പോലെ പെട്ടെന്ന് വന്നില്ല അല്ലേ? അടുത്ത ചോദ്യം ചോദിക്കുന്നത് അജീനയോടാണ്. അജീന, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഒരു സാധാരണ CD-യുടെ വ്യാസം എത്ര സെന്റിമീറ്ററാണ്? 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം ലിബ്ര നിങ്ങളോടുള്ളതാണ്. ചോദ്യം ഇതാണ്: 2004 മാർക്ക് സക്കർബർഗ് എന്ന കോളേജ് വിദ്യാർത്ഥി കൂട്ടുകാർക്കൊപ്പം തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഇന്ന് വളരെ പ്രസിദ്ധമാണ്. ഏതാണ് ഇത്? ഫേസ്ബുക്ക്. ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് അല്ലേ? പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. 2013 കണക്കനുസരിച്ച് 111 കോടി ആളുകളാണ് ഫേസ്ബുക്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 2013 ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടാവും അല്ലേ? അടുത്ത ചോദ്യം ജെമിനിയോടാണ്. ജെമിനി, ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയയെ പറയുന്ന പേര് എന്താണ്? ബൂട്ടിംഗ്. ബൂട്ടിംഗ്. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ബൂട്ടിംഗ് എന്നുള്ള പേര് എങ്ങനെ വന്നാണെന്ന് അറിയാമോ നമുക്ക്? അറിയില്ല. അതൊരു രസമാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊടും തണുപ്പിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് കാല് ബൂട്ടിനകത്തേക്ക് കയറ്റി ലേസ് കെട്ടുകയാണ് ചെയ്യുന്നത്. ബൂട്ടിനകത്ത് കാലാക്കും. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ബൂട്ടിംഗ് ആണ്. അതിന് ബൂട്ടിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിന് ആദ്യം ചെയ്യുന്ന കാര്യം എന്നുള്ള രീതിയിൽ ബൂട്ടിംഗ് എന്നുള്ള പേര് വന്നത്. രസമാണല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നത്. ലിയോ, ശ്രദ്ധിക്കണം ചോദ്യം. ആദ്യത്തെ ചോദ്യം പോയതാണ്, തെറ്റരുത് കേട്ടോ. റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണിലും മറ്റും ഡാറ്റ കൈമാറ്റം നടത്തുന്ന സംവിധാനത്തിന് പറയുന്ന പേര് എന്താണ്? ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത്. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ചോദ്യം അജീന നിങ്ങളോടാണ്. കമ്പ്യൂട്ടർ ശൃംഖലയിൽ നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുകയോ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ വിദഗ്ധനെ പറയുന്ന പേര് എന്താണ്? ഹേക്കർ. ഹേക്കർ. കറക്റ്റ് ആൻസർ ആണ്. പെർഫെക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ലിബ്രയിലേക്ക് വീണ്ടും ചോദ്യം വരുന്നു. DVD-യുടെ പൂർണ്ണരൂപം എന്താണ്? ഡയറക്റ്റ് വിഷൻ ഡിവൈസ്. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ വെഴ്സറ്റൈൽ ഡിസ്ക് എന്നുള്ളതാണ് DVD-യുടെ പൂർണ്ണ രൂപം. ഓൾറൈറ്റ്, ഓക്കെ, സാരമില്ല. ഓക്കെ, ഇനി ജെമിനിയിലേക്ക് വരുന്നു. ചോദ്യം ഇതാണ്: നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്ന കീബോർഡുകളെ അതിന്റെ കീകളുടെ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന പേര് എന്താണ്? ക്വേർട്ടി കീപാഡ്. പെർഫെക്റ്റ് ആൻസർ. പെർഫെക്റ്റ് ആൻസർ. ക്വേർട്ടി കീപാഡ്. അതാണ് അതിന് പറയുന്ന ആൻസർ. എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലോകം കുറച്ചുകൂടി പരിചിതമാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ആയിപ്പോകരുത്. കാരണം എത്രമാത്രം കമ്പ്യൂട്ടർ വളർന്നു കഴിഞ്ഞാലും ഇൻ്റർനെറ്റിൻ്റെ ലോകം വളർന്നു കഴിഞ്ഞാലും ലോകത്തിലെ എന്തും കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തും ഏതും അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പുസ്തക വായന കുറയരുത്. പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. പുസ്തകത്തിലൂടെ നിങ്ങൾ വായിച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നതും അതിൻ്റെ അറിവെന്ന് പറയുന്നതും അപാരമാണ്. അത് മറ്റൊരു ലോകമാണ്. അതുകൊണ്ട് എത്രമാത്രം ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാലും, പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പോകണം. ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾ പോകുമ്പോഴും പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പുസ്തകം മടുക്കരുത്. ഇനി 2 സെഗ്മെൻറ്റുകളുടെയും ടോട്ടൽ മാർക്കാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് ലിയോയ്ക്ക് കിട്ടിയുള്ള മാർക്ക് 40 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. അജീന, യുവർ മാർക്സ് 40 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. ലിബ്ര, യുവർ മാർക്സ് 40 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്.
ബട്ട് ജെമിനി യുവർ മാർക്സ് 45 മാർക്സ്. 5 മാർക്കിന് മുന്നിലാണ് നിങ്ങൾ. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. കോൺഗ്രസിന് പേര് നൽകിയത് ആരാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. ഇന്ന് നമുക്ക് സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്ക് യാത്ര പറയാൻ സമയമായി. വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സംശയം ഉണ്ടാകുമ്പോഴാണ് തെറ്റ് പറയുകയാണെങ്കിൽ അവൻ പറയട്ടെ എന്ന് വിചാരിക്കുന്നല്ലേ. പറ. പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ മാജിക് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് പെർഫോം ചെയ്യാം.